ഇന്നലെ തൊപ്പിയൊരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. തനിക്കൊരു ജെറ്റ് ഇട്ടുടോ. കുറെ എന്താന്ന് ഞാൻ കുണ്ടൻ പിന്നെന്തൊക്കെയാ ഡ്രഗ് യൂസ് പല സാധനങ്ങളും പറയുന്നുണ്ട്. ഞാൻ ഇപ്പൊ 2 കാര്യങ്ങൾക്ക് വേണ്ടിട്ടാ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രഗ് ടെസ്റ്റ് നടത്താൻ വേണ്ടി നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം. അത്രയും വേണം കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. ഇത് ജാസിയും ചെയ്യുന്നുണ്ട്. ജാസിക്കും അങ്ങനെ ഒരു അലിഗേഷൻ ഒരുപാടോ കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് നിവൃത്തിയില്ലടാ. ഇത് ചെയ്താൽ നിങ്ങൾ വിശ്വസിക്കും. അപ്പൊ നമ്മളെന്താ ചെയ്യണ്ട? പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. നമുക്ക് പൈസയോ പവറോ ഫെയിമോ അങ്ങനത്തെ ഇതൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ സത്യം നിങ്ങളെ കാണിച്ച് മാത്രമേ മനസ്സിലാക്കി തരാൻ വേണ്ടി പറ്റൂ. ഒന്ന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കേസ് കൊടുക്കണം. കാരണം ഓൻ്റെ വണ്ടി എൻ്റെ പേരിലാണ് ഓൻ രജിസ്റ്റർ ചെയ്തത് ബിനാമി ആയിട്ട് എന്നെ പറ്റി ഇതാക്കാൻ വേണ്ടിയിട്ട്. കാരണം ഓൻ്റെ ആദ്യത്തെ വണ്ടി പോയത് MDMA കേസിലാണ് ഓൻ്റെ ആദ്യത്തെ വണ്ടി പോയത്. ഈ വണ്ടിയും ഓൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് എൻ്റെ തലയിലിട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിൽ കുടുങ്ങും. മനസ്സിലായോ? കാരണം നാളെ ഓനെ ഇല്ല് കഞ്ചാവോ ഈ പറഞ്ഞ MDMA ഓൻ കിടത്തിയിട്ട് ഈ പറഞ്ഞ പോലെ എൻ്റെ പേരിൽ ഷമീറാന്ന് കിടത്തിയത്. ഷമീറിൻ്റെ വണ്ടി ശരിക്കും എന്നെ തോന്നുന്നു എൻ്റെ പ്ലാനിങ്. ഒരിക്കലും സർ, ഈ വക്കീലിന്റെ മനപ്പുറം നാണം കടത്ത എന്തൊക്കെയോ പറയുവാണ്. ഈ കള്ളൻ അല്ലെങ്കിൽ ഈ പെണ്ണുപിടിയൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പല ഇതുമുണ്ട് ആണല്ലോ, ആണ് സമ്മതിച്ചല്ലോ. ചെറിയ പൊമ്പിള്ളറെ കണ്ടു കഴിഞ്ഞാല് ചെറിയ പൊമ്പിള്ളറെ കണ്ടു കഴിഞ്ഞാല് 18 വയസ്സിന് താഴെയുള്ള പൊമ്പിള്ളറെ കണ്ടു കഴിഞ്ഞാൽ പൊന്തുന്ന ഈ തൊപ്പി എന്ന് പറഞ്ഞ ഇവനുണ്ടല്ലോ. ഇവന്റെ റിയൽ സ്വഭാവം കാണിക്കണം. കാരണം എൻ്റെ വീട്ടിലൊരു പെങ്ങളുണ്ട്, ഇവന്റെ വീട്ടിലൊരു പെങ്ങളുണ്ട്, നമുക്കും ഉമ്മയുണ്ട്, നമുക്കും ഈ പറഞ്ഞ ആൾക്കാരുണ്ട്. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കെടുത്തല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. നാണം കെട്ടവനെ അവരെങ്കിലും അറിയണം ഇവൻ ഇങ്ങനെയുള്ളൊരു നാറിയായിരുന്നു. നാളെ ഒരു പെണ്ണോ ചെറിയ പൊമ്പിള്ളേരോ ഇവന്റെ അടുത്ത് പോകുമ്പോ അറിയണം ഇവൻ ആരായിരുന്നു. നാണം കെടുത്തല്ലേ നായിന്റെ മോനെ. പിന്നെ എൻ്റെ ഒരു കല്യാണത്തിന്റെ കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ടായിരുന്നു. അത് മിക്കവാറും തീരുമാനമായി. സ്വാഭാവികം. അത് തീരുമാനമായി. അത് തീരുമാനമായി. സാറിനെ പറ്റി ഒന്നാമത് ഓഫീസിൽ വളരെ മോശ അഭിപ്രായമാണല്ലോ. അത്രയ്ക്ക് മോശ അഭിപ്രായമാണ് എന്നെ പറ്റി. അത്രയ്ക്ക് മോശമല്ല, എന്നാലും വളരെ മോശ അഭിപ്രായമാണ്. പിന്നെ ഉപ്പയും ഉമ്മയും വിളിച്ച് വീട്ടിലേക്ക് കയറണ്ടെന്ന് പറഞ്ഞു. ഇറങ്ങും പുറത്ത്. എല്ലാം ഇപ്പൊ ഇറങ്ങണം. ഇനി ഈ വീടാകെ ഒന്ന് അടിച്ചു വൃത്തിയാക്കി ചാണകവെള്ളം തളിക്കണം. അപ്പോൾ ജീവിതം ഈ പറഞ്ഞ പോലെ കരയാൻ പോലും പറ്റൂല. ഒരു നമ്പായ അവസ്ഥ ഉണ്ടല്ലോ, അതിലാന്നുള്ളത്. മരിക്കാനും പറ്റൂല. കാരണം മരിച്ചു കഴിഞ്ഞാൽ കള്ളനായി മരിക്കേണ്ടി വരും. ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ. ബെസ്റ്റ് രാജയോഗം കൊണ്ട് അനുഭവിച്ചോ.